ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ ബോട്ടിൽ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് കളറൊക്കെ ഇളകിപ്പോയിന്ന്. അപ്പോൾ നമ്മൾ സാധാ വൈറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് കളർ ചെയ്ത് വരുമ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്ത് കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻട്രലായിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് ഒട്ടിക്കുകയാണ്. അതുപോലെ തന്നെ മുകൾ വശത്തായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗത്തും ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് റെഡ് കളറാണ് ഈ ഒരു അടിഭാഗത്തും അതുപോലെ തന്നെ മുകൾ വശത്തായിട്ടും കളർ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ചെയ്തെടുക്കുന്നത് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ്. അതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കളറിംഗ് ഒക്കെ ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടാപ്പൊക്കെ ഇവിടുന്ന് ഇളക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ടാപ്പ് ഇളക്കി മാറ്റി നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മാതിരിക്കായിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ പെയിൻ്റൊക്കെ ഇളകി പോന്നിട്ടിട്ട്. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി കളർ ചെയ്ത് എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ടാപ്പ് ഫുള്ളായിട്ടൊന്ന് ഊരി നോക്കിയപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഭാഗത്തുനിന്ന് ഫുള്ള് കളർ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി വൈറ്റ് കളർ അടിച്ചെടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് കളർ പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സാധാ കളർ യൂസ് ചെയ്താലും മതി. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടി വൈറ്റ് കളർ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ബോട്ടിലിന് ഏകദേശം നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വർക്കും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ ബ്രഷൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കളർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കളേഴ്സ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലിൽ ഫ്ലവേഴ്സ് വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നമ്മുടെ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കളർ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മതി.
അപ്പോൾ ആ വർക്കും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രീൻ കളറും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ട് മറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.